പ്രിയപ്പെട്ടവരെ, ഞാൻ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഒരിക്കലൊരു പ്രസംഗിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു ബ്രദറുണ്ട്. ആ ബ്രദർ റൊണാൾഡോ ഡിക്രൂസ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടൊരു സംഭവം പറഞ്ഞ് ഇപ്പോഴെൻ്റെ മനസ്സിലുണ്ട്. മകൾക്ക് ആരോഗ്യമൊന്നുമില്ല, ആശുപത്രിയിൽ അഡ്മിറ്റായി. അവർ പറഞ്ഞു സിസേറിയൻ. പക്ഷേ ഈ മനുഷ്യന് നോർമൽ ഡെലിവറിക്ക് കർത്താവ് അവൾക്ക് കൃപ കൊടുക്കും. ഈ അപ്പൻ അദ്ദേഹം ചെയ്തു, ലേബർ റൂമിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ബൈബിൾ തുറന്നു വെച്ച് യോഹന്നാന്റെ സുവിശേഷം വായിക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ് മണ്ടത്തരം കാണിക്കരുത്, അമ്മയ്ക്കും കുഞ്ഞിനും അപകടം ഉണ്ടാവും, സിസേറിയനെ ഒപ്പിട്ട് തരണം. പുള്ളി പറഞ്ഞു, സാറേ, ഞാൻ വിശ്വസിക്കുന്ന സാക്ഷ്യം പെടുത്തുന്ന എൻ്റെ കർത്താവിൻ്റെ വചനത്തിന് അവർക്ക് നോർമൽ ഡെലിവറി കൊടുക്കാൻ ശക്തിയുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പുള്ളി യോഹന്നാന്റെ സുവിശേഷം വായിച്ച് 10-ാം അധ്യായം 10-ാം വാക്യം വന്നപ്പോ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകാനുമാ. ആ വചനം വന്നപ്പോൾ അദ്ദേഹം ലേബർ റൂമിന്റെ അടുത്തോട്ട് കൈ നീട്ടിട്ട് പറഞ്ഞു, കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ അകത്തെടുക്കുന്ന എൻ്റെ കുഞ്ഞിന് നോർമൽ ഡെലിവറിക്കുള്ള കൃപ കൊടുക്കണമെന്ന്.